പൊതുവിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി സമ്പത്ത് ഉണ്ടാക്കുന്നതിന് ഏത് മാർഗവും ഉപയോഗിക്കുന്നതിന് ഒരു മടിയും ഇല്ലാത്തയാളാണ് ഇന്ന് കേരള മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന വിജയൻ. കാലാകാലങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്തിനാണെങ്കിലും കൊലപാതകങ്ങൾക്കാണെങ്കിലും ശത്രുക്കളെ ഹനിക്കുന്നതിന് വേണ്ടിയാണെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ ഉപയോഗിക്കുകയും ആവശ്യം കഴിയുമ്പോൾ അവരെ തരം പോലെ തഴയുകയും അവരുടെ അപകടങ്ങളിൽ അവരെ കൈയൊഴിയുകയും ചെയ്യുന്നതും വിജയൻ്റെ സാധാരണ സ്വഭാവമാണ്. ശിവശങ്കരനാണെങ്കിലും സ്വപ്നയാണെങ്കിലും സരിതയാണെങ്കിലും എല്ലാം അതിന് ഉദാഹരണമായി നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിൽ ഓരോ ആവശ്യം തൻ്റെ കുടുംബത്തിൻ്റെയും സാമ്പത്തികമായ നേട്ടങ്ങൾക്ക്, സ്വർണ്ണക്കള്ളക്കടത്ത് പോലുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി, തൻ്റെ ശത്രുക്കളെ കൊല ചെയ്യുന്നതിന് വേണ്ടി, അവരെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാമാണ് ഈ ക്രിമിനൽ സംഘങ്ങളെ വിജയൻ എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും ശക്തനായ ഒരാളാണ് ADGP അജിത് കുമാർ. ഈ അജിത് കുമാർ ഒരു ക്രിമിനൽ ആണ് എന്നുള്ളത് കുപ്രസിദ്ധമാണ്. അയാൾ ഇതിനു മുമ്പ് തന്നെ പല പ്രാവശ്യവും പല കാര്യങ്ങൾക്കായും വിജയൻ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ ഒന്ന് ഓർമ്മിച്ചാൽ അറിയാൻ കഴിയുന്നതേ ഉള്ളൂ. ആ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഇപ്പോൾ ഇടവരുന്നത് ഈ അജിത് കുമാറിനെ ഉപയോഗിച്ച് എന്തെല്ലാമാണ് വിജയൻ ചെയ്തിട്ടുള്ളത്, കാട്ടിക്കൂട്ടിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഗൗരവതരമായ ഒരു അന്വേഷണം നടത്തുന്നതിന് പകരം വളരെ അടിസ്ഥാനപരമായി നിലനിൽക്കാത്ത ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഉദാഹരണത്തിനാണ് തൃശ്ശൂർ പൂരം കലക്കുന്നതിന് അജിത് കുമാറിനെ ഉപയോഗിക്കുകയും അതിനെ ഗൂഢാലോചന ചെയ്യുന്നതിന് വേണ്ടി അജിത് കുമാർ RSSൻ്റെ സമുന്നതനായ നേതാക്കളെ കാണുകയും ചെയ്തു എന്ന വിഷയം ഒരു ചർച്ചാ വിഷയമായി ഉയർത്തിവെച്ചിരിക്കുന്നതിന് ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയ മുന്നണികളും ഒരുപോലെ തയ്യാറാകുന്നത്. യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരം കലക്കിയതിൻ്റെ ഉത്തരവാദിത്വം അജിത് കുമാറിനായിരിക്കാം. പക്ഷേ തൃശ്ശൂർ പൂരം കലക്കിയതിൻ്റെ നേട്ടമുണ്ടായതും അത് കലക്കിയത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ BJPയുടെ വിജയത്തിന് വേണ്ടിയായിരുന്നു ഇത് എന്ന ഒരു അഭിപ്രായം, ഒരു പ്രചാരണം ദുരുപദിഷ്ടമാണെന്ന് മാത്രമല്ല ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ നിഷേധിക്കുന്നതുമാണ്. എല്ലാ ആളുകളും ഇവിടെ UDFും LDFും ഒരുപോലെ ആഗ്രഹിച്ചതും മറ്റ് ചില സംഘങ്ങൾ ശക്തമായി മോഹിച്ചതുമല്ല BJP ഒരു കാരണവശാലും ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ അയക്കുകയില്ല എന്നാണ്. പക്ഷേ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഏതാണ്ട് 76,000-ലധികം വോട്ട് നേടി, ഭൂരിപക്ഷം നേടി MP ആയി ലോക്സഭയിലെത്തുകയും മന്ത്രിയാവുകയും ചെയ്തു. ഇത് ജനാധിപത്യത്തിൻ്റെ മനോഹാരിത അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാം. ഭൂരിപക്ഷം അഭിപ്രായപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ അംഗീകരിക്കുക എന്നതാണ്. ഇവിടെ സുരേഷ് ഗോപിയുടെ വിജയം അംഗീകരിക്കുന്നതിന് UDFനും LDFനും മനസ്സില്ല. അതായത് ജനാധിപത്യത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്നർത്ഥം. ഈ സുരേഷ് ഗോപിയുടെ വിജയം ഈ തൃശ്ശൂർ പൂരം കലക്കിയത് കൊണ്ടാണ് എന്ന് പറയുന്ന അസംബന്ധം എന്തിനാണ് പറയുന്നത്? അത് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നാരും ചോദിക്കുന്നില്ല. അത് അങ്ങനെ ഒരു കാരണം ചൂണ്ടിക്കാട്ടി യഥാർത്ഥത്തിൽ ഈ അജിത് കുമാറിനെ ഉപയോഗിച്ച് വിജയൻ എന്തെല്ലാമാണ് കേരള മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൃശ്ശൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലോചിച്ചാലോ, കേരളത്തിൽ അപ്രതീക്ഷിതമായിട്ടല്ല സുരേഷ് ഗോപി ഒരു പ്രാവശ്യം തോറ്റതിന് ശേഷം അവിടെ തന്നെ തമ്പടിച്ച് വർഷങ്ങളോളം പ്രവർത്തിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ സുരേഷ് ഗോപിയെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടി മീഡിയ വൺ പോലൊരു ചാനൽ അവരുടെ മാധ്യമ പ്രവർത്തകരെ വരെ ഉപയോഗിച്ചത് നമുക്കറിയാം. കേസെടുത്തു സ്ത്രീ പീഡനത്തിന്. ഇതുപോലുള്ള ഏതെല്ലാം തരത്തിലൊരാളിനെ അധിക്ഷേപിക്കാമോ അതെല്ലാം ചെയ്തു. ഇത് തിരിച്ചടിച്ചു.
രണ്ടാമത് സുരേഷ് ഗോപി സ്വന്തം അധ്വാനത്തിൽ നിന്നുണ്ടാക്കുന്ന കാശിൻ്റെ ഒരു പങ്ക് ഉപയോഗിച്ച് ജനങ്ങൾക്ക് ചെയ്യുന്ന സഹായം. മറ്റൊന്ന്, ഈ LDF എന്ന് പറയുന്ന ഈ വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയതിൽ കേരള മുഖ്യമന്ത്രിയോടും LDFിനോടും കേരളീയർക്കുള്ള ശക്തമായ വിരോധം. ഈ വിരോധം തൃശ്ശൂർ നിയോജകമണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊരു ചോദ്യം ചോദിക്കാമല്ലോ. അതിൻ്റെ മറുപടിയുണ്ട്. തൃശ്ശൂർ മാത്രമാണോ BJP മുൻകൈ നേടിയത്? തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത്? 1,00,000-ലേറെ വോട്ടുകൾക്ക് കഴിഞ്ഞ വർഷം ശശി തരൂർ വിജയിച്ച തിരുവനന്തപുരത്ത് വോട്ടെണ്ണുന്ന ദിവസം ഏകദേശം 3:30 മണി വരെ വിയർത്ത് കുളിച്ചാണ് ശശി തരൂർ ഇരുന്നത്. എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് ഒടുവിൽ വിജയിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ 2-2.5 കോടി രൂപ തീരപ്രദേശത്ത് സ്വാധീനമുള്ള ഒരു സഭയ്ക്ക് കൊടുത്ത് പർച്ചേസ് ചെയ്ത് തിരഞ്ഞെടുപ്പ് തോൽക്കുമെന്ന് ഉറപ്പായതിന് ശേഷം തിരഞ്ഞെടുപ്പിന് 2-3 ദിവസം മുമ്പ് കൊണ്ടുവന്ന് കൊടുത്ത പൈസ കൊടുത്ത് വോട്ട് പർച്ചേസ് ചെയ്താണ് ശശി തരൂർ ജയിച്ചത്. അഭിമാനം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കോടികളിലാണ് അദ്ദേഹം വലിച്ചെറിഞ്ഞത്. ആ വിവരം ആരുടെ ചർച്ചയ്ക്കെടുത്തില്ല. നഗരങ്ങളിലെങ്ങും ശശി തരൂരിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ്? തൃശ്ശൂർ പൂരത്തിൻ്റെ കലക്കിയതിൻ്റെ ഫലമായിട്ടാണോ തിരുവനന്തപുരത്ത് ഈ ഒരു വൻ മുന്നേറ്റം BJP നേടിയെടുത്തത്? LDF 3-ാം സ്ഥാനത്തേക്ക് പോയത്, പരമദയനീയമായൊരു സ്ഥിതിയിലേക്ക് രവീന്ദ്രൻ പോയത്. ആറ്റിങ്ങിൽ എന്ത് സംഭവിച്ചു? ആറ്റിങ്ങിൽ അവിടെ ജയിച്ച MP അടൂർ പ്രകാശ് കേവലം 2000 വോട്ടിന് മറ്റുമാണ് ജയിച്ചതെങ്കിലും തോറ്റ ജോയിയോടൊപ്പം തന്നെ വോട്ട് പിടിക്കുകയായിരുന്നു V മുരളീധരൻ. അത് ആ വോട്ടിൽ ഏറെ കൂറും പിടിച്ചിരിക്കുന്നത് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ തന്നെയാണ്. ആലപ്പുഴയോ ശോഭാ സുരേന്ദ്രൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടളങ്ങൾ മുഴുവൻ ഇടിച്ച് തകർത്തല്ലേ അവർ വോട്ട് വാരിയെടുത്തത്. ഏകദേശം തുല്യം LDFുമായി പിടിച്ചു നിന്നത്. അപ്പോൾ ഇവിടെയെല്ലാം തൃശ്ശൂർ പൂരം കളിച്ചതിൻ്റെ ഫലമായിട്ടാണോ BJP മുന്നേറിയത്? രാഷ്ട്രീയ സത്യസന്ധതയുള്ളവർക്കെല്ലാം അറിയാം, ഈ ഭരണം കേരളത്തിൽ LDFിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തരികിട പരിപാടികളും ഈ ധിക്കാരപരമായ സമീപനങ്ങളും അഴിമതിയും ധൂർത്തും പിന്നെ ക്രിമിനൽ ഗുണ്ടകൾ CPMലേക്ക് എല്ലാം ഇപ്പോൾ അറിയാമല്ലോ, റിക്രൂട്ട് ചെയ്യുന്ന മുഴുവൻ ഗുണ്ടകളെയാണ്. ഇങ്ങനെയുള്ള ആ CPMൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തോട് ജനങ്ങൾക്കുണ്ടായ മുഴുവൻ വെറുപ്പും പ്രതിഫലിച്ചതിൻ്റെ ഫലമായിട്ടാണ് UDF 18 സീറ്റിലും ഓരോ സീറ്റിൽ BJPയും ഭാഗ്യം കൊണ്ട് മാത്രം ഒരു സീറ്റിൽ CPMും കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. ഈ രാഷ്ട്രീയ സാഹചര്യം ഈ വസ്തുതയായി നിലനിൽക്കുന്നുവെന്ന് മാത്രമല്ല, അടുത്ത ഈ ഓരോ അസംബ്ലി വരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രതിഫലിക്കുവാൻ പോകുന്ന ഈ രാഷ്ട്രീയം ശരിക്കും LDFിനെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ CPMനെ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം, അതാണ് ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമാക്കിയത്. ആ വസ്തുതയാണ് അംഗീകരിക്കുവാൻ അവർക്കിഷ്ടമില്ലാത്തത്. അതുതന്നെയാണ് അംഗീകരിക്കുവാൻ UDFിനും ഇഷ്ടമില്ലാത്തത്. UDFിൻ്റെ മുരളീധരൻ 3-ാം സ്ഥാനത്തെത്തിയത് കാരണം പൂരം കലക്കിയത് ഗുണം മുരളീധരന് മറ്റേ സുരേഷ് ഗോപിക്ക് കിട്ടിയതുകൊണ്ടാണോ 3-ാം സ്ഥാനത്തേക്ക് പോയത്? VS സുനിൽകുമാർ ഈ മുരളീധരനേക്കാൾ ഇത്രയധികം വോട്ട് പിടിച്ച് നിന്നത് യഥാർത്ഥത്തിൽ അജിത് കുമാറിനെ ഉപയോഗിച്ച് വിജയനും LDFും വിജയനും വിജയൻ്റെ കുടുംബവും നടത്തുന്ന നിഗൂഢമായ കുറ്റകൃത്യങ്ങൾക്ക് മറയിടുവാൻ വേണ്ടിയാണ് UDFും LDFും ശ്രമിക്കുന്നത്. അത് ഏതാണ്ട് അൻവർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അവർ മാത്രമല്ല NDA ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം തങ്ങളുള്ളൊരു ഐക്യം, അതാണ് ഈ കാര്യത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രം BJP
ഈ RSSന് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണെങ്കിൽ RSS നേതാവിനെ കാണുന്നതിനേക്കാളും BJP നേതാവിനെ കാണുന്ന വലിയ എളുപ്പം. ഈ വസ്തുതയാണ് പിണറായി വിജയൻ നടത്തുന്ന ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന്, ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അയാളും അയാളുടെ മകളും രക്ഷപ്പെട്ട് നിൽക്കുന്നത് BJPയുടെ സഹായം കൊണ്ട് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. അത് മാത്രമാണോ, അതിൻ്റെ ആഴം എത്രയാണ് എന്ന് അന്വേഷിക്കുന്നതിന് പകരം തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറയുന്നൊരു വിഷയത്തിലേക്ക് വെട്ടിച്ചുരുക്കി അതുകൊണ്ട് BJP സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയുന്ന ഒരു ന്യൂനീകരണം, അത് രാഷ്ട്രീയമായ അസംബന്ധമാണ് എന്ന് പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത്.